വണ്ടി വരുന്നുണ്ടാ. വിജയേട്ടാ പോല ധന്യ വരാണ്ട്. ധന്യ? അതെ, ദാസേണ്ട മോള്. ദാസേട്ടന്റെ മോള് വരൂല. വന്നാലും ഈ വണ്ടി കേറ്റൂല. 2 ദിവസമായി ധന്യ വരാത്. സ്കൂളില് പരീക്ഷ തുടങ്ങാൻ പോവാണ്. ഞാനും വലിയ പരീക്ഷണത്തിലാ മോനെ. 2 മാസമായി വാടക തരാത്ത. എല്ലാം നീ തരുവോ? എന്നാ കേറ്റാ. അതിന് എന്റെ അടുത്തൊന്നും എവിടുന്നാ പൈസ? എന്നാ പൊന്നുമ കേറ്. പോല അട നിക്ക്. ഇപ്പൊ ഇതെല്ലാം വേണ്ടേ? മരുന്നാ വേണ്ടേ? ഇന്നലെ രാത്രി ചുമച്ച് വെപ്രാളം കാട്ടിയത് ഓർമ്മയില്ല മനുഷ്യ? മരുന്നിന്റെ ഷീട്ട് അകത്ത് വെച്ചാ സൂക്കേട് മാറുവാ. എന്റെ രമണി, മരുന്ന് പുറത്തുനിന്ന് വാങ്ങണ്ടല്ലേ? മരുന്ന് വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വീടുന്ന സാധനം മേടിക്കാൻ പൈസ. ആദ്യം മരുന്ന് വാങ്ങിവാ. എന്റെ മോള് എത്ര ദിവസമായി അറിയാം നല്ലൊരു കറി കൂട്ടി ചോറ് തിന്നിട്ട്. എന്താ മോനെ നീ എവിടുന്ന്? ഞാൻ ധന്യയുടെ ക്ലാസ്സിലാ. ധന്യ 3 ദിവസമായി സ്കൂളിൽ വന്നിട്ടില്ല. മാഷ് പറഞ്ഞിട്ട് വന്നതാ. മോള് തിങ്കളാഴ്ച എന്തായാലും വരൂട്ടാ. ഞാൻ പോന്നാലേ. ഇവിടെ എവിടെയോ ആണ്. 10-15 കൊല്ലം മുമ്പേ വന്നതല്ലേ. ലാലട്ടൻ പറഞ്ഞ മാതിരി നമുക്ക് ആരുടെ ചോദിച്ചു പോവാം. നിങ്ങൾ വരുന്നില്ലേ? ഞാൻ വരുന്നില്ല, നിങ്ങൾ പോയിട്ട് വാ. ശരി കേട്ടോ. ആ, തേടിയ വള്ളി കാലിൽ ചുറ്റി. ദാസനല്ലേ ആ വരുന്നത്? മോഹൻദാസ് 1983 SLC ബാച്ചിലെ കലാസാഹിത്യ പ്രതിഭ. 10ാം തരം ബി. സുബ്രഹ്മണ്യം മാഷ ക്ലാസ്സിലെ 2ാമത്തെ ബെഞ്ച്. അപ്പൊ ഒന്നും മറന്നില്ല. മറക്കാനോ? അതെല്ലാം ഒരു കാലം. ജഡ്ജസ് പ്ലീസ് നോട്ട്. നെക്സ്റ്റ് ഐറ്റം നാടകം ദാസന്റെ കൊട്ടാരം. ഇതാണ് ദാസന്റെ കൊട്ടാരം. ഇരിക്കടോ. യെസ്.
പറ, എന്തുണ്ട് വിശേഷം? എവിടെ രാജ്ഞി പരിവാരങ്ങളും? രമണി, അല്ല, ഇതാരൊക്കെ? നമ്മളെയൊന്നും മറന്നിട്ടാ അല്ലേ? മറക്കാനോ? നമ്മൾ അഭിനയിച്ച ദാസന്റെ കൊട്ടാരം നാടകവും ക്യാമ്പസാകെ ഇളക്കിമറിച്ച നിങ്ങളുടെ പ്രണയരംഗങ്ങളും ആർക്കാ മറക്കാൻ പറ്റുക? കാലങ്ങൾക്ക് ശേഷം നാടകത്തിലെ നായികയെ ജീവിതത്തിലെ നായികയാക്കിയ ആളല്ലേ? പാലില്ല, കട്ടനാക്കിയതുണ്ട്, എടുക്കട്ടാ? ഓ മതി, അതെടുക്കണ മണി. മോളെ പേരെന്താ? ധന്യ. എത്രയാ പഠിക്കുന്നത്? 6ല്. മോളെന്തായിരുന്നു സ്കൂളിൽ പോവാഞ്ഞേ? കുറച്ച് ദൂരെയാവും സ്കൂള്, ഒരു ഓട്ടോറിക്ഷയിലാ പോലെ. പക്ഷെ കുറച്ച് കാലമായിട്ട് പണിയൊന്നും ഇല്ലടോ. പിന്നെ ആ റിക്ഷക്കാരന് കുറച്ച് പൈസ കൊടുക്കാൻ, പിന്നെ ഓൻ്റെ കണ്ണും വീടും കാണേണ്ട വെച്ചു. കുറെ കാലങ്ങൾക്ക് ശേഷം അതിഥികളായി വീട്ടിലെത്തിയവരോടാ സങ്കടവും ദാരിദ്ര്യവും പറയുന്നു. അതിഥികളാ? ഇതാ ക്ലാസ്സിൽ ഇങ്ങനെയായിരുന്നു. ഇവർക്ക് രണ്ടാക്കും നടുവിലും ഞാൻ. ക്ലാസ് പരീക്ഷ നടത്തിയാലേ 3 ആൾക്കും ഒരേ ഉത്തരം, ഒരേ മാർക്കും, അല്ലടോ? ഓർമ്മയുണ്ട്, 3 ആള് കോപ്പിയടി വീരന്മാർ. ഇപ്പൊ എങ്ങനെ? പഴയ ഗാന്ധിയൻ സ്വഭാവത്തിൽ വല്ല മാറ്റമുണ്ടാ? എവിടെ? ദിവസം ഇത് കണ്ടും കേട്ടും ഞാനും ഗാന്ധിയൻ ലൈനായി. ചന്ദനം ചാരിയ ചന്ദനെ മണക്കൂ. എന്നാ രണ്ടാളും കൂടി ഒരു കള്ളക്കളി എന്നറോ? അത് പിന്നെ ദാസാ, നമ്മുടെ SLC ബാച്ചിന്റെ ഒരു യോഗം കഴിഞ്ഞിട്ട് വരുന്നതാണേ. ഞങ്ങൾക്ക് നിങ്ങളെ രണ്ടാളെയും കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയില്ല. തൽക്കാല ആവശ്യത്തിന് ഇത് പിടി. A+B ഹോൾ സ്കോർ സമം എത്രയാണെന്ന് ചോദിച്ചാൽ പഠിക്കുന്ന കാലത്ത് എനിക്ക് പറയാൻ അറിയില്ലായിരുന്നു. അന്ന് മുതൽ തെറ്റാൻ തുടങ്ങിയ കണക്കാ എൻ്റേത്. ആ, നിങ്ങളെ നല്ല മനസ്സിന് നന്ദിയുണ്ട്. പക്ഷേ ഈ സഹായത്തിന് ഞാൻ അർഹനല്ല. എന്നേക്കാളും അർഹതയുള്ള ഒരു കുടുംബമുണ്ട് ഇവിടെ അടുത്ത്. ഇത് നമ്മുടെ SLC ബാച്ച് നിങ്ങൾക്കായി സ്വരൂപിച്ച കാശ. ഇത് നിങ്ങളെ ഏൽപ്പിക്കുന്നതിനപ്പുറം മറ്റൊന്നും ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല. എന്താ, ഇറങ്ങിയോ? രഹസ്യം വല്ലതാണോ? ഓ അത് പിന്നെ ആ ഹമീദേ, എന്നാ അതിങ്ങ് തന്നെ. പോല എന്നാ പിന്നെ നമുക്ക് എല്ലാവർക്കും കൂടി ഒരു സെൽഫി എടുക്കാം. എന്നാ പിന്നെ ഓക്കെ. ഇത് ആ റിക്ഷക്കാരന് കൊടുത്തേ. മോള് തിങ്കളാഴ്ച മുതൽ സ്കൂളിൽ പോട്ടെ മോളെ. ആ, നീ ആ മുണ്ടും എടുത്തേ. ആ മുണ്ട് കീറിയിട്ടുണ്ട്. ജീവിതം തന്നെ ആകെ കയറിയിട്ടല്ലേ അപ്പള ഓളൊരു മുണ്ട്. ജാനോട്ടി ഇല്ലേ പോകുന്നുണ്ടേ? വിജയനാ? മോക്ക് എങ്ങനെയുണ്ട്? ഹീമോ ചെയ്യുന്നുണ്ടോ? കീമോ അല്ല വിജയ, ഓക്ക് ഒരു ഓപ്പറേഷൻ ആണ് വേണ്ടത്. 10-25,000 ഉറുപ്പ്യ വേണം. ഞാൻ ഏടുന്നുണ്ടാക്കണ്ട്. എല്ലാം നടക്കും, സമാധാനിക്ക്. എന്നാ ഞാൻ വരട്ടാ. അങ്ങനെ ആവട്ടെ. ദാസനാ? ആ, കൊറേ നാളായല്ലോ കണ്ടിട്ട്. കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട്. മോളെ ചികിത്സക്ക് എങ്ങനെ? എന്ത് പറയാനാ, ഒരു ഓപ്പറേഷൻ വേണമെന്നാ ഡോക്ടർ പറയുന്നു. ഒരുപാട് പൈസ വേണം. ഇത് എങ്ങനെ ഉണ്ടാക്കാനാ? എല്ലാറ്റിനും വഴിയുണ്ടാവും. എനക്കൊരു വകയിലേ കുറച്ച് പൈസ കിട്ടിയിട്ടുണ്ട്. ആ, ഞാനെല്ലാം അറിഞ്ഞു. ഇത് പിടി, കാര്യങ്ങൾ നടക്കട്ടെ. ഇനി നിങ്ങൾക്കാണ് ഇതിൻ്റെ ആവശ്യം.
അയം നിജ പരോ വേത്തി ഗണനാലഘുഛേദസാം ഉദാരചരിതാനാം തു വസുധൈവ കുടുംബകം